Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇഫ്താർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇഫ്താറിന്റെ സമയത്തൊക്കെ ഷവർമയും പിസയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ധൈര്യത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിസ്സ ബ്രെഡ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പൊടിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ വേറൊരു ബൗളിലേക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാറ്റി വെക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തത് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാൽ ഒരുപാട് ചൂടാവാനും പാടില്ല, എന്നാലൊട്ട് ചൂടില്ലാതിരിക്കാനും പാടില്ല. എങ്കിലേ നമുക്ക് ഈസ്റ്റ് നന്നായിട്ട് മാവ് പൊങ്ങിയിട്ട് കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് മാവായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് പാല് പോരാതെ പോലെയൊക്കെ തോന്നും. അങ്ങനെയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മാത്രം കുഴച്ചു കൊടുക്കുക. ഇനി പാല് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാവ് ഇത്രക്ക് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഓയിൽ ഒഴിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇതൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഈ ഒരു മാവ് ഇരിക്കേണ്ടത് നമ്മുടെ ചപ്പാത്തി മാവ് പോലെയല്ല. ചപ്പാത്തി മാവിൽ ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ലൂസിലാണ് ഇരിക്കേണ്ടത്. ഓവർ ടൈറ്റ് ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു ലൂസിലാണ് ഇരിക്കേണ്ടത്. എങ്കിലേ നമുക്ക് ബ്രെഡ് നമ്മുടെ നന്നായിട്ട് കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ഈ ഒരു മാവിൻ്റെ മുകളിലും ബൗളിലും ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് 1.5-2 മണിക്കൂറോളം ഒന്ന് അടച്ചു വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചൂടുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ട് കിട്ടും കേട്ടോ. നമുക്കിതിൻ്റെ ഡബിൾ ആയിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമുക്കിനി ഈ ഒരു സാൻഡ്വിച്ചിന് ആവശ്യമായിട്ട് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ 1/4 കപ്പ് തൈര് ചേർത്തെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മതിയേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ നിറയെ വേണ്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി കാശ്മീരി ആയാലും സാദ ആയാലും കുഴപ്പമൊന്നുമില്ലേ. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. കൂടുതൽ മസാല പിടിച്ചു കിട്ടും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ മതിയാവും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത്. ഇനി ചിക്കൻ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടുള്ളതുപോലെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരുടെയും ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനെ അടച്ച് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പം ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് നല്ലതുപോലെ തന്നെ മൊരിയിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് 1-2 മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക.
അടുത്തത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുള്ള കളർ എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ 2 കളർ ഉള്ളതുകൊണ്ട് 2 ചേർത്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഗ്രീന് മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പകുതി ഭാഗത്തോളം മാത്രം ഒന്ന് വെന്താൽ മതി കേട്ടോ. ഈ ഒരു സവാളയും ക്യാപ്സിക്കം ഒക്കെ ഒരുപാട് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ഇപ്പോൾ റെഡിയായി. എൻ്റെ ഉപ്പ് വേണ്ട, കാരണം ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതുകൊണ്ട് ഇത് കറക്റ്റാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ലിംഗ് ഒക്കെ റെഡിയായി. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മുടെ മാവ് കണ്ടില്ലേ, ഏതാണ്ട് 2 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഏതിലാണോ വെച്ചിട്ട് പരത്തിയെടുക്കുന്ന ആ ഒരു ബോർഡിൽ വെച്ചിട്ട് കുറച്ചൊരു പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര നമ്മൾ ശക്തി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കരുത് കേട്ടോ. സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിൽ മെല്ലെ കുഴച്ചെടുക്കുക, എങ്കിലേ ആ ഒരു നല്ല പെർഫെക്ഷൻ ബ്രെഡിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മെല്ലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ബോൾസ് ഒക്കെ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, പിസ്സ ബ്രെഡൊക്കെ അത്യാവശ്യം കട്ടിയിലാണ് ഉണ്ടാകുക. അപ്പോൾ കുറച്ചൊരു വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വലുപ്പമുള്ള 4 ബോളാണ് എനിക്ക് ഈ ഒരു 2 കപ്പ് മൈദയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ബോളാക്കി ഉടനെ തന്നെ ഇതുപോലെ ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മുടെ മാവ് ഡ്രൈ ആയിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. എന്നിട്ട് നമുക്കിതുപോലെ പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഓരോ ബോൾസ് ആയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഓരോ ബോൾസ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് മുഴുവൻ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു പിസ്സ ബ്രെഡൊക്കെ ഇതുപോലെ കട്ടിയിലാണ് ഉണ്ടാവേണ്ടത്. വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു അത്യാവശ്യം വലുപ്പമുള്ള ചപ്പാത്തിയുടെ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ, കാരണം 4 എണ്ണല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ച് പരത്തിയിട്ടിട്ട് ചുട്ടെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓരോന്ന് പരത്തിയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ തുറന്നിട്ടിട്ട് വെച്ചിട്ട് ചുട്ടെടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ മാവ് ഡ്രൈ ആയിപ്പോൾ നല്ല പെർഫെക്റ്റും നല്ല സോഫ്റ്റും കിട്ടില്ല നമുക്ക് പിസ്സ ബ്രെഡ്. അപ്പോൾ ഞാൻ ഇനി ഇത് ചുട്ടെടുക്കാൻ പോട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡ് ചുട്ടെടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ചുട്ടെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കരുതും വേവാത്ത പ്രശ്നം വരുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഈ ഒരു മുകൾ ഭാഗം കണ്ടില്ല, മുഴുവനായിട്ട് ബബിൾസ് വരുന്നത്, ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാവും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിമിൻ്റെ കാര്യം ലോലാക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബ്രെഡ് നമ്മൾ നന്നായിട്ട് കറുപ്പിച്ചിട്ട് ബ്രൗൺ കളറായിട്ടൊന്നും എടുക്കരുത് കേട്ടോ. ചെറിയൊരു എന്താ പറയുക, ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ ടച്ച് വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഷവർമ വേണ്ടിക്ക് അത് ഉണ്ടാക്കുക, പിസ്സ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ടോട്ടില്ല റാപ്പ്, അങ്ങനെ പല രീതിയിലുള്ള സാൻഡ്വിച്ചുകളുണ്ട്. അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിന് മാത്രം എന്ന് കരുതിയിട്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കേണ്ട കേട്ടോ. എല്ലാത്തിനും യൂസ്ഫുൾ ആണ്, പെട്ടെന്ന് റെഡിയാക്കാനും കഴിയും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു ബ്രെഡ് തനിയെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഈ ഒരു ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് എടുക്കേണ്ടത്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്നവർക്കൊക്കെ പിസ്സ ബ്രെഡൊക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഈ ഒരു കളറിൽ തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ പെർഫെക്റ്റ് നല്ല കിഡിലം ബ്രെഡാണ് കേട്ടോ. ഇതുപോലൊരു പ്ലേറ്റിലോ ബൗളിലോ ഇതുപോലൊരു തുണി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ചുട്ടെടുക്കുന്ന ഓരോ ബ്രെഡും ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോന്ന് ചുട്ടെടുത്തിട്ട് ഉടനെ ഇതിലേക്ക് വെക്കുക. എന്നിട്ട് മുകൾ ഭാഗം വേറൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എങ്കിലേ ആ ഒരു നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കുന്ന സമയം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവൻ ബ്രെഡും ചുട്ടെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു തുണിൻ്റെ ഉള്ളിലായിട്ട് കവർ ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലോ. അപ്പോൾ ഞാനിവിടെ പാനിലാണ് കേട്ടോ സാൻഡ്വിച്ച് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഓവണൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവണിൽ ചെയ്യുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ, വീട്ടിൽ ഓവൺ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതില്ലാത്തവർ ഈ ഒരു രീതി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തടവി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുക. അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിസ്സ സോസാണ്. നിങ്ങൾക്ക് പിസ്സ സോസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ഇതുപോലെ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ വെച്ച് കൊടുക്കുക. അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടിക്ക മയോണൈസ് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മയോണൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിക്ക മയോണൈസ് റെഡിയാക്കാൻ മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ സാധാ മയോണൈസ് റെഡിയാക്കിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടി ഒന്ന് ആഡ് ചെയ്തിട്ട് റെഡ് കളർ ആക്കി എടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ചീസൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ ഒഴിവാക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ അത്യാവശ്യം വെക്കുന്നുണ്ട്. ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇതൊരു സ്പൈസി വേർഷനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടിക്കുന്ന സമയത്ത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ബ്രെഡ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അടുത്തത് ബ്രെഡിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ചുകൂടി ഒന്ന് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. ഈ മുകൾ ഭാഗത്ത് ഒരുപാട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള വേർഷനാണ് കേട്ടോ ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് മൊസറല്ല ചീസൊക്കെ ഇത്രക്ക് വെക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കം കൂട്ടും ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് വീണ്ടും കുറച്ചുകൂടി മയോണൈസ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വിതറി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5-6 മിനിറ്റ് മാത്രം മതി ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടുന്ന വരെ. അപ്പോൾ ഇനി ഒരു അടപ്പ് തുറന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ചൊരു 3-4 ഡ്രോപ്പ് വെള്ളം ഒന്ന് പാത്രത്തിൻ്റെ സൈഡിൽ കൂടി ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീസൊക്കെ മെൽട്ടായിട്ട് കിട്ടും. പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ അത്യാവശ്യം നന്നായി മെൽട്ടായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിഡിലും പിസ്സ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചീസൊക്കെ മെൽട്ടായി നന്നായിട്ട് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. മയോണൈസൊക്കെ കണ്ടില്ല ഒലിച്ചിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ, അങ്ങനെ കണക്കൊന്നുമില്ല. അപ്പോൾ കട്ട് ചെയ്തതിനും കണ്ടില്ല ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ട് നല്ല വെലിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഷവർമയും പിസ്സയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്